ആരാടാ നിങ്ങളൊക്കെ? എന്തിനാ വേളം വെക്കുന്നത്? മര്യാദക്ക് പോയേ. ഹലോ, ഇവൻ ആരെന്ന് വിചാരിച്ചേ? ഈ വീട്ടിലെ മരുമോനാണ്. ഏത് വീട്ടിലെ മരുമോനോടാ താൻ? മര്യാദക്ക് പോകാൻ നോക്ക്. നീ ആരാടാ ഞങ്ങളെ വരട്ടാൻ? പോവാൻ നോക്കടാ. അടുത്തന്നെ നിക്കടാ. ഞാൻ പോയി എന്റെ മുതലാളി വിളിച്ചോളാം. ഞങ്ങൾ നോക്കണം. പുറത്തേക്ക് പോടാ. നമ്രത എന്റെ അടുത്തുനിന്ന് ആർക്കും വേർപെടുത്താൻ പറ്റില്ല. അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അയാൾ വരാൻ തോന്നുന്നു. റെഡിയായിക്കോ. എന്റെ പ്രണയത്തിന് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. താൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്രത എന്റേതാ. നമ്രത എന്റെ അടുത്ത് ആർക്കും വേർപിരിക്കാൻ പറ്റില്ല. നമ്രതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. വേണമെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യും. ആവശ്യം വന്ന ആരെയും കൊല്ലാനും ഞാൻ മടിക്കില്ല. അയാൾ നാട് വരും തോന്നുന്നു. സ്ഥലം ഞാൻ എന്നും വരും. നമ്രത എനിക്ക് എങ്ങനെ കിട്ടാതെ പോകുന്നു ഞാനും നോക്കട്ടെ. ഡാഡി, ഇത് വെറും ബിഗിനിങ് മാത്രമാണ് ഡാഡി. നിങ്ങൾ ഞങ്ങളുടെ ലവ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇനിയും കാണേണ്ടി വരും. നമ്രത, കേൾക്കുന്നുണ്ടോ ഡാഡി? മിണ്ടാതിരിക്കടി. മമ്മി, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതെ ഡാഡിയെ ഞങ്ങളുടെ മാരേജിന് കൺവിൻസ് ചെയ്. എന്നെ വീട്ടിൽ നിന്ന് പുറത്തു വിട്ടില്ലെങ്കിൽ മാത്രം എന്നെയും പ്രവീനെയും പിരിക്കാന്നാണോ നിങ്ങളുടെ വിചാരം? കേൾക്കുന്നുണ്ടോ ഡാഡി? എങ്ങനെയാടി നീ ഇങ്ങനെയായത്? നീ എന്റെ വയറ്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായതല്ലേ? നിന്നെ കാണുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്നത്. മമ്മിയും ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ മേ ബി എന്നെ പോലെ ഇരുന്നേനെ. എന്നെ ജഡ്ജ് ചെയ്യുന്നത് വിട്ടിട്ട് വെളിയിൽ പോയി ഡാഡിയെ കൺവിൻസ് ചെയ്. നിങ്ങളും ഞാനും ഡാഡിയും പ്രവീണും എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കാം. മാധവ, ഈ സമയത്ത് നീ അവന്റെ മേലൊരു കേസിട്ടാൽ അവനെ ആൾക്കാർ ഹീറോ ആക്കി കളയും. ഈ സമയത്ത് നമുക്കത് നല്ലതല്ല. അതുകൊണ്ട് ഈ കാര്യം ആരും അറിയരുത്. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. സമയം വരുമ്പോൾ ഞാൻ അവന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. അതുവരെ നീ പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. അതിനു മുമ്പ് ഈ നാട്ടുകാരൻ മുമ്പേ അവൻ എന്റെ മാനം കെടുക്കുവാണെങ്കിൽ എനിക്ക് എതിര് നിൽക്കാൻ അവരാരാടാ? നീ തീരുമാനിച്ചത് ഇത്രയും വേഗം ചെയ്യണം. ഈ ഇഷ്യൂ സീരിയസ് ആകുവാണെങ്കിൽ വേഗം തന്നെ ചെയ്യണം നരസിംഹ. മോളുടെ മേലൊരു കണ്ണ് വേണം. അങ്കിൾ, കേൾക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ മോളെ? നിങ്ങൾ ആവശ്യമില്ലാതെ ഡാഡിയെ സപ്പോർട്ട് ചെയ്യുന്നു അങ്കിൾ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെയും പ്രവീനെയും പിരിക്കാൻ സാധിക്കില്ല. ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് നിങ്ങളും ഹാപ്പിയായി ജീവിക്കും, ഞങ്ങളും ഹാപ്പിയായി ജീവിക്കാം. നമ്രത, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല മോളെ. ഇത് കാരണം നീ ഭാവിയിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. നീ ഒന്ന് തീരുമാനം മാറ്റിയാൽ നമ്മുടെ ഫാമിലിക്കും ആ പയ്യന്റെ ഫാമിലിക്കും നല്ലൊരു ഭാവി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നീ കാരണം ഒരുപാട് പേര് വിഷമിക്കേണ്ടി വരും. ഞാൻ ഇറങ്ങാം മോളെ. അങ്കിൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പ്രവീണയെ കല്യാണം കഴിക്കൂ.
നമ്രത മുഴുവനും എന്നെ വിട്ട് അകന്നു പോകുന്നുള്ള പേടി എനിക്ക് വന്നു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ തീരണമെന്ന തീരുമാനം എനിക്കുള്ളിൽ വന്നു കഴിഞ്ഞു. ആ തീരുമാനത്തിൽ തന്നെ എത്രയോ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എന്നെ ഉറക്കമില്ലാത്തവനാക്കി മാറ്റി. നമ്രത, 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 അതെ അതെ, നമ്രത, 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 എനിക്കൊന്നും അറിയില്ല സാറേ. നമ്രത മോള് പുറത്തു പോയത് ഞാൻ കണ്ടില്ല സാറേ. പോടാ.